തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്നും പ്രധാന രാഷ്ട്രീയ ചർച്ചയിൽ ഡീൽ ആരോപണം മാറുകയാണ്. ഡീൽ എന്ന് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാകുന്നുവെന്ന് വി ഡി സതീശൻ പരിഹസിച്ചു. ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ RSSുമായി ഡീൽ ഉണ്ടാക്കിയെന്ന ആരോപണം സതീശൻ ആവർത്തിച്ചു. 1977 പിണറായി ജയിച്ചത് RSS പിന്തുണയോടെ എന്നാണ് വി ഡി സതീശൻ ആരോപിച്ചത്. അതേസമയം കോലീബി സഖ്യം ആവർത്തിച്ച് പിണറായി വിജയൻ. RSSുമായി കൂട്ടുകൂടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിൽ കോൺഗ്രസിന് ഒരു ഉളുപ്പുമില്ല. AKG പാലക്കാട് മത്സരിച്ചപ്പോൾ RSS നേതാവിനെയാണ് കോൺഗ്രസ് പിന്തുണച്ചത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്രയും ഉളുപ്പില്ലാത്ത പാർട്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയെന്നും വിമർശനം. രണ്ടുപേരുടെയും വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77. ആർക്കറിയാൻ പാടില്ലാത്തത്? ശ്രീ എമ്മുമായി അടച്ചിട്ട മുറിയിൽ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതാരാ? പിണറായി വിജയനാണ്, വി ഡി സതീശനല്ല. ഒരു സംശയവും അക്കാര്യത്തിലില്ല. പാലക്കാട് എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കാൻ ഒരു പ്രയാസമില്ല. അങ്ങനെ എഴുന്നള്ളിക്കുന്നതിനാ? ഇതിൻ്റെ ഭാഗമായി നല്ലതുപോലെ കച്ചവടം നടത്താൻ 91-ലല്ലേ അവിടെ സഖാവ് AKG മത്സരിച്ചിരുന്നു. കോൺഗ്രസിനും RSSനുമെല്ലാം ഒരേ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? RSSന്റെ ജില്ലാ കാര്യവാഹ്. അത്ര പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി. ഒരു നാണോ ഉളുപ്പുമില്ലാതെ അതെല്ലാം ചെയ്തവരാണ്. എന്തുകൊണ്ടാണ് പാലക്കാടിന് പുറത്തേക്കും ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷം ഈ ഡീൽ ആരോപണം ഈ പ്രചാരണം ഉച്ചസ്ഥായിലേക്ക് എത്തുമ്പോൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കോലീബി സഖ്യം പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ആരോപണം വീണ്ടും എടുത്തിടുന്നത്? വിശദമായി പരിശോധിക്കാം. അജിത് കുമാർ, മാധ്യമപ്രവർത്തനം, കോൺഗ്രസ് സഹയാത്രികനുമായ അജിത് കുമാർ, ഒപ്പം M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ തത്സമയം ചേരും. ശ്രീ ഷാബു പ്രസാദ്, BJP സഹയാത്രികനും തത്സമയം ചേരുകയാണ്. ശ്രീ അജിത് കുമാർ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു കടുത്ത ആരോപണം അത് ഓരോ ദിവസവും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അതായത് പാലക്കാട് ഡീൽ ആരോപണം പറഞ്ഞു, മറ്റ് 10ഇടങ്ങളിലും ഡീൽ എന്ന ആരോപണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ശക്തിപ്പെടുത്തുന്നത്? ഇപ്പോൾ നമ്മൾ കണ്ട ആ ടേക്കിൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഇപ്പോൾ രണ്ടും നമ്മൾ കണ്ടുവല്ലോ. അവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മിനിറ്റിനുള്ളിൽ മുമ്പ് നമ്മൾ കണ്ട ആ ഒരു ക്ലിപ്പിങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? പാലക്കാട്ടൊരു മുസ്ലിം നാമധാരി മത്സരിക്കുന്നതുകൊണ്ടാണോ ഡീൽ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു വലിയൊരു വൈരുദ്ധ്യമുണ്ട്. ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനോ പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണോ അത്? എന്തിനാ അതിലേക്ക് ജാതിയും മതവും ഒക്കെ വലിച്ചടക്കേണ്ട കാര്യമുണ്ടോ? അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ജാതിവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നത് CPMഉം അതിൻ്റെ നേതാക്കന്മാരുമാണ്. ഈ പഴയ എന്താ പറയുക, നമ്മൾ പണ്ടുണ്ടതും പാളെ തുളിയെന്നൊക്കെ പഴയ നമ്മൾ നാട്ടുഭാഷയിൽ നാട്ടിൻപുറത്ത് പറയാറുണ്ട്. ഈ കോലീബി സഖ്യം എന്നൊക്കെ പറയും ഏത് കാലത്തെ കാര്യമാണ് ഈ പറയുന്നത്? അല്ലെ തന്നെ ഈ കോലി എന്ന് പറയുന്നത് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ കോൺഗ്രസും ലീഗും എല്ലാ കാലത്തും ഒരു മുന്നണിയിൽ ഘടകകക്ഷികളാണ്, ഒരുമിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നവരാണ്. അപ്പോൾ ഈ കോലി എന്നുള്ളത് വിടൂ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ മറ്റേ ക്ലിപ്പിങ്ങിൽ ശ്രീ സതീശൻ ആരോപിക്കുന്നത് പോലെയുള്ള ഈ പാലക്കാട് ഉൾപ്പെടെ ഒരു 5 സീറ്റ് അദ്ദേഹം പറയുന്നുണ്ട്. പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം, അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി, കോന്നി. പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ പ്രത്യേകിച്ചും ശബരിമലയിലെ യുവതീ പ്രവേശനം മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന അവിടുത്തെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കേസുകളിൽ റാന്നിയും കോന്നിയും ആറന്മുളയും ഒക്കെ അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. അതിൽ നിന്നൊക്കെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു പാഴ്സ് ശ്രമമാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയല്ല. ശ്രീ സതീശൻ ചൂണ്ടിക്കാണിച്ച പോലെ 1977 ആ വർഷം നമ്മൾ ഓർക്കണം. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന്, അല്ല മണ്ഡലം ഞാൻ ക്ഷമിക്കാം, അദ്ദേഹം പിണറായി വിജയൻ വിജയിച്ചു വരുന്നത് അന്നത്തെ ജനസംഘത്തിൻ്റെ പിന്തുണയാണ്. ജനസംഘം BJP ആയി മാറിയത് 1980 നമുക്കറിയാം. അന്നത്തെ RSS ജനസംഘം കൂട്ടിൻ്റെ കൂടെ പിന്തുണയോടെയാണ്. ഇവർ രണ്ടുപേരും ഈ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും സംഘികളും അടിയന്തരാവസ്ഥ എതിർത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്നവരാണ്. അതുപോലെതാണ് ഇപ്പോൾ വീണ്ടും അവർ ഒറ്റക്കെട്ടാവുകയാണ്. ഇവരുടെ പൊതുശത്രു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയിൽ കേന്ദ്ര തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ്. അജിത് കുമാർ, നമുക്കൊരു വിഷയങ്ങൾ ഒരുപാടുണ്ട് ഈ സർക്കാരിനെതിരെ ഉയർത്താൻ വേണ്ടി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ
ആന്റി ഇൻകംബൻസി ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അതൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിൽ എന്താണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ 3-4-5 ദിവസമായിട്ട് ഈ ഡീലാരോപണമാണ് എന്താണ് പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമായി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉയർത്തുന്നത്. അതൊരു മുൻകൂർ അല്ലെങ്കിൽ ഒരു ജാമ്യമെടുക്കലോ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നീക്കമാണോ? കാരണം ന്യൂനപക്ഷ വോട്ടുകൾ പാലക്കാടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു മുൻകൂർ അല്ലെങ്കിൽ ഒരു ആനുകൂല്യം ഉറപ്പാക്കലാണോ, അതല്ല വെറുതെ പടച്ചുവിടുകയാണോ കാര്യങ്ങൾ? അവിടെ CPM-ഉം BJP-യും കൈകോർക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലം മാത്രമാണല്ലോ നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. അവിടെ റസാഖിനെ സ്ഥാനാർത്ഥിത്വം, അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം, അതിനപ്പുറത്തേക്ക് CPM-നെതിരെ നിങ്ങൾ എന്താണ് ഉന്നയിക്കുന്നത്? ഈ ആന്റി ഇൻകംബൻസി എന്നുള്ളത് അവിടെ ഉണ്ടല്ലോ. അതൊക്കെ ജനമനസ്സുകളിൽ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അത് ബിൽഡപ്പ് ചെയ്ത് അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. ആന്റി ഇൻകംബൻസി ഫാക്ടർ സർക്കാരിനെതിരായിട്ടുള്ളത്, പ്രത്യേകിച്ച് രണ്ടാം LDF സർക്കാരിനെതിരായിട്ടുള്ളത്. ഒരു ആളുടെ പേരിൽ മാത്രം പറയുന്ന സർക്കാർ ഞാൻ പറയുന്നില്ല, ഒരാളിൻ്റെ പേരിലുള്ള സർക്കാരല്ല, LDF-നാണ് ജനം വോട്ട് ചെയ്തത്. ആ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം, ഈ ഭരണ തകർച്ചയ്ക്കെതിരെ ബാക്കിയുള്ള ഒരുപാട് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ സർക്കാരിനെതിരെ ശക്തമായ ഒരു ജനവിരുദ്ധ വികാരം നിലനിൽക്കെ ഈ പറഞ്ഞ ഈ ജാതിയും അല്ലെങ്കിൽ ഡീലും ഒന്നും അത് ചർച്ചയാകുന്നില്ല. അത് ചർച്ചയാക്കാതെ പോകാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഡീല് നടക്കുന്നു ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുശത്രു ഈ BJP-യുടെയും അഖിലേന്ത്യാ തലത്തിൽ BJP-യുടെയും സംസ്ഥാന തലത്തിൽ CPM-ൻ്റെയും പൊതുശത്രു കോൺഗ്രസ്സാണ്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇപ്പോൾ ചക്കരയും എന്താ പറയുക ഈച്ചയെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തോളത്ത് കയറ്റി നിൽക്കുകയാണ് ഇടവമ്പലും. അപ്പോൾ പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി ഇവർ ഒറ്റക്കെട്ടാവുമ്പോൾ അതിൻ്റെ ആ ഒരു ഡീൽ എന്ന് പറയുന്നത് രഹസ്യധാരണയാണ്. ആ രഹസ്യധാരണ പുറത്തു വന്നു കഴിഞ്ഞു. അത് വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു മണ്ഡലത്തിൽ ഒതുങ്ങുന്നില്ല, ഒരു പാലക്കാട് ഒതുങ്ങുന്നില്ല, കാസർഗോഡും മഞ്ചേശ്വരത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാന്നി, കോന്നി, ഏറ്റുമാനൂർ എവിടെയൊക്കെ ഇല്ല. അതിനകത്തൊക്കെ ഒരു ധാരണയുണ്ട്. BJP-ക്ക് ഈ പറഞ്ഞ പോലെ നിയമത്ത് ഇവരുടെ തന്നെ ഭാഷയെ പറഞ്ഞാൽ അക്കൗണ്ട് തുറന്നു, പിന്നെ അക്കൗണ്ട് പൂട്ടി. അതുപോലെ അസംബ്ലിയിലേക്ക്, ലോക്സഭയിലേക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ ആരാണ് അവിടെ വേദി ഒരുക്കി കൊടുത്തത്, സൗകര്യം ഒരുക്കി കൊടുത്തത്, സന്ദർഭം ഒരുക്കി കൊടുത്തത്? തൃശ്ശൂരിൽ നിന്ന് എങ്ങനെയാണ് സുരേഷ് ഗോപി BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭാംഗമായിട്ട് പോകുന്നതും പിന്നീട് മന്ത്രിയാകുന്നതും ഒക്കെ? ആ ഡീലുകളൊക്കെ ഇപ്പോൾ വീണ്ടും നടക്കുന്നു. ഇപ്പോൾ ശ്രീ അജിത് കുമാർ മടങ്ങിയെത്താം. ശ്രീ M. ജയചന്ദ്രൻ, എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അതായത് പ്രതിപക്ഷ നേതാവ് ഓൺ ചെയ്ത ഒരു വിഷയമാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ ഈ വിഷയം ഓൺ ചെയ്യുമ്പോൾ അന്ന് പാലക്കാട് മണ്ഡലം മാത്രമായിരുന്നു. അതിനുശേഷമാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പിന്നാലെ ഈ ആരോപണം ആവർത്തിക്കുന്നത്. ഓരോ ദിവസവും കൂടുതൽ നേതാക്കൾ പറയുന്നു ഒന്നെന്നുള്ള ഒരു 10ാമത്തെ നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് സെറ്റിൽമെന്റ് ഈ നിലയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വീണ്ടും ഒരു ചരിത്രത്തിലെ കോലീബി സഖ്യം കൊണ്ടുവന്ന്? കാരണം ഇതിനൊന്നും ഇപ്പോൾ ജനങ്ങൾക്ക് താല്പര്യമുള്ള ആണോ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, സമകാലിക രാഷ്ട്രീയങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാം. പക്ഷേ പഴയ കോലീബി വീണ്ടും ഉന്നയിച്ച് മുഖ്യമന്ത്രി പറയുന്നു. M. ജയചന്ദ്രൻ, നേരത്തെ അജിത് കുമാർ പറഞ്ഞത് കേട്ടുവല്ലോ, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിലേക്ക് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആപ്തവാക്യവുമായി ഇറങ്ങുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ BJP-ക്ക് ദേശീയതലത്തിൽ ഒരു നയമുണ്ട്. ആ നയത്തിന് പല രീതിയും പരീക്ഷണങ്ങൾ നടത്തും. ആ പരീക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നല്ല 10 മണ്ഡലങ്ങളിലേക്കുള്ള ഡീല് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. ഇതിന്റെ പിന്നിൽ എന്തായിരിക്കാം ശ്രീ M. ജയചന്ദ്രൻ? പ്രതീക്ഷ, എനിക്കേറെ പ്രിയപ്പെട്ട സഹോദരനാണ് ശ്രീ അജിത് കുമാർ. പക്ഷെ അജിത്തേട്ടാ, താങ്കൾ പറഞ്ഞതല്ല വസ്തുത എന്ന് പറയേണ്ടി വരുന്നതിൽ തന്നെ ഖേദമുണ്ട്. പക്ഷെ വസ്തുത കാര്യം അതാണ്, അത് പറയാതിരിക്കാനും കഴിയില്ല. ഇത് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പുതിയ ആരോപണമല്ല. നിങ്ങൾ പലയിടത്തും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? കുറച്ചു മുമ്പ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത് കേട്ടു, ബാർ മുതലാളിമാരുമായിട്ട് ഒത്തുകളിച്ചിട്ടാണ് ബാർ ലൈസൻസിന്റെ കാര്യത്തിൽ സമയം നീട്ടിയത്. അത് അഴിമതിയാണ്. എന്തെങ്കിലും തെളിവ് വേണ്ടേ പറയാൻ? വെറുതെ കൊട്ടത്താപ്പൻ അങ്ങ് എറിഞ്ഞിട്ടാ മതിയോ? ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊക്കെ വലിച്ചെറിയുമ്പോൾ എന്താണ് വസ്തുത എന്നുള്ളതെന്ന് പറയാൻ ബാധ്യതപ്പെട്ടവരായ ഇതുപോലുള്ള ദേശീയ നേതാക്കളെങ്കിലും കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകണ്ടേ? ഒന്ന്. രണ്ടാമത്, പ്രതീക്ഷ, ഇതൊരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം 2024 നവംബറിൽ പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നിരുന്നു. അന്ന് വെൽഫെയർ പാർട്ടി അവരുടെ നേതൃത്വം ആയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി
ഉന്നയിച്ച ഒരു പുതിയ ടെർമിനോളജി ഉണ്ട്. അജിത്തേട്ടൻ അത് ഓർമ്മിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആ പ്രയോഗം ഇതാണ്, പിന്നെ ഈ ലെഫ്റ്റ് ഹിന്ദുത്വമാണ് അത്രേ CPIM-ൻ്റെത്. ഇതാണ് അവർ അവിടെ പ്രയോഗിക്കാൻ ശ്രമിച്ച ഒരു വെർഷൻ. അത് പിന്നെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇപ്പൊ പറയുന്ന ഈ BJP ഡീൽ എന്നുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളത് വിശദമായി പറയേണ്ട ഒരു ചർച്ചയല്ല ഇത്. അതുകൊണ്ട് അത്രയും വിശദമായിട്ട് പറയാനും കഴിയില്ല. പക്ഷേ CM ജയചന്ദ്രൻ, പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു NMR റസാഖിനെ പരീക്ഷിക്കുമ്പോൾ ഞാൻ പണ്ടും നേരത്തെയും അങ്ങേടുത്ത് ചോദിച്ചതാണ്, അദ്ദേഹത്തിന്റെ മേന്മകൾ സംബന്ധിച്ച് ആരെങ്കിലുമൊക്കെ സംശയം പ്രകടിപ്പിച്ചാൽ വോട്ടർമാർ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പോലും പലരോടും നമ്മൾ ബന്ധപ്പെടുമ്പോഴും അവര് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ആളുകൾക്ക് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറവുണ്ടോ, നമ്മൾ ആരെയും കുറച്ച് കാണിക്കുകയല്ല, പക്ഷേ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുമ്പോൾ ഒരു സംശയം വരികയാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ നേതാക്കളോടോ ചോദിക്കുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് വിശദീകരിക്കണമില്ല. പകരം എന്താണ് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കോലീബി ഉയർത്തുന്നു. പിന്നെ എന്താണ് പറയുന്നത്, സതീശന്റെ നുണകളിൽ മറ്റൊന്നാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിഷമതയുണ്ടോ, വിഷമവൃത്തമുണ്ടോ അതിൽ? അല്ല, താങ്കൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ലേ, മറുപടി പറയാനുള്ള അവസരമെങ്കിലും എനിക്ക് അവശേഷിപ്പിച്ച് തരണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചർച്ചയ്ക്ക് അർത്ഥമില്ല കേട്ടോ. ഇത് റസാഖിന്റെ കാര്യം മാത്രം പറഞ്ഞു ഒഴിയാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ലെന്ന് ഇത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവർക്ക് കോൺഗ്രസിന് വേണ്ടത് എന്താ? കോൺഗ്രസിന് വേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, പിന്നെ എന്റെ ചോദ്യം ഡയറക്റ്റ് ജയചന്ദ്രൻ, നമ്മളൊരു പോരിന് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, ഡയറക്റ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. NMR റസാഖ് അല്ലാതെ മറ്റാരുമില്ലേ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് പറ്റിയ, CPM-ന് പറ്റിയ ആളുകൾ മറ്റാരുമില്ല? കഴിഞ്ഞ സരിൻ താരതമ്യേന നല്ല സംഖ്യ വോട്ട് പിടിച്ച സരിൻ ഉണ്ടല്ലോ അവിടെ. സരിനെ ഫീൽഡ് ജയിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ? പോട്ടെ, സരിനെ മാറ്റി വയ്ക്കൂ. ജില്ലയിൽ ഏറ്റവും നല്ല എത്രയോ നേതാക്കന്മാരുണ്ട്. അപ്പൊ അവരിലേക്കൊന്നും പോകാതെ ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും സംശയിച്ചാൽ രാഷ്ട്രീയ പ്രതിയോഗികൾ സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയുമോ ശ്രീ ജയചന്ദ്രൻ? അതിന് ഡയറക്റ്റുള്ള മറുപടി പറയൂ അങ്ങ്. അല്ല, രാഷ്ട്രീയ പ്രതിയോഗികളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വേണം LDF സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാൻ എന്നുള്ള നിയമം വരുന്ന കാലത്ത് അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. അല്ലാത്ത കാലത്ത് അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പ്രതീക്ഷയെ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള താങ്കൾ അതെങ്കിലും മിനിമം അംഗീകരിച്ചു തരണമെന്നേ. ഈ എതിർവിഭാഗത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതാണോ ഏതെങ്കിലും ഒരു പക്ഷം സ്വന്തം സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്നത്? അതെന്തൊരു ജനാധിപത്യ സംവിധാനമാണ്? താങ്കൾ എന്താണ് ചർച്ച വരുന്നത്? എങ്ങോട്ടാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത്? സ്വന്തം പാർട്ടിക്കാരോ അല്ലെങ്കിൽ സ്വന്തം മുന്നണിയോടോ കാര്യമായിട്ട് അഭിപ്രായം തേടിയ ശേഷം ഇങ്ങനെ ഒരാളെ പരീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മേന്മകൾ പോട്ടെ, മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അത് പറയാമല്ലോ ധൈര്യമായിട്ട്. അല്ലാതെ ചർച്ച കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തിക്കോളാം. എനിക്ക് പറയാനുള്ള അവസരം ഇല്ലെങ്കിൽ എന്നോട് ചോദ്യവും ചോദിക്കണ്ട. അല്ല, പറഞ്ഞോളൂ. അത് മര്യാദഘട്ട പണിയാണിത്. ഇങ്ങനെയാണ് ഒരു ഡിബേറ്റ് കൊണ്ടുപോകുന്നത്. താങ്കളെ പോലെ ജേർണലിസ്റ്റ് ചോദ്യം ചോദിക്കുക, പറഞ്ഞു കഴിഞ്ഞാൽ മുഴത്തിന് മുഴം പിന്നെ പാറതള്ളി കയറ്റുക, അത് ശരിയായ പണിയല്ല. ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്ര ഒരു നടപടി ആര് ചെയ്താലും ശരി, അത് പ്രതീക്ഷ ചെയ്താലും പ്രതീക്ഷന് മുകളിലുള്ള ആൾക്കാർ ചെയ്താലും അംഗീകരിക്കില്ല. എനിക്ക് പറയാനുള്ള സാവകാശം നിങ്ങൾ തരുന്നെങ്കിൽ നമ്മുടെ അതിഥിയാണ്. തീർച്ചയായും അങ്ങ് നമ്മുടെ അതിഥിയാണ്. അതെല്ലാം മാനിച്ചുകൊണ്ട് അങ്ങ് പറയാനുള്ള സമയമുണ്ട്. പറഞ്ഞോളൂ. ഞാൻ ചോദ്യം ഇങ്ങനെ നമ്മുടെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ സമയം അപഹരിക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി എന്ന് മാത്രം. ജാർഗൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണിത്. ഇത്തരം ജാർഗൻസിന് മറുപടി പറയാൻ ഞാനില്ല. പറഞ്ഞോളൂ. അല്ല, അങ്ങ് പറഞ്ഞോളൂ. എനിക്ക് സൗകര്യപ്പെടുകയാണ് താങ്കളുടെ ഇത്തരം ചോദ്യങ്ങൾക്ക്. എനിക്ക് സൗകര്യപ്പെടുക മറുപടി പറയാൻ. അത്രേ ഉള്ളൂ ഈ ചർച്ചയിൽ എന്റെ നിലപാട്. എന്റെ മൂക്കൊന്നും ചെത്താനില്ലല്ലോ നിങ്ങളാരും. അല്ല, അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് ബഹുമാനായ ഒരു മുതിർന്ന ജേർണലിസ്റ്റ് കൂടിയാണ്, മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങ് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒരു ടെമ്പറമെന്റ് ഉണ്ട്. അതിന്റെ ഒരു നില തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ ശ്രീ M. ജയചന്ദ്രൻ. ചൂടേറിയ ചർച്ചകളും പോരും അങ്ങനെ മുറുകുന്ന ഒരു സമയത്ത് നമ്മൾ ഒഴിഞ്ഞു മാറേണ്ട. പറഞ്ഞോളൂ. വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. ഇല്ല, അങ്ങ് ക്ഷമയോടെ പറഞ്ഞോളൂ. കുഴപ്പമില്ല, കേട്ടോളാം. പറഞ്ഞോളൂ. അത് അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഈ പരിപാടി എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ ഇത്തരത്തിലുള്ള പല പരിപാടികളുണ്ടാവും. കൃത്യമായ ഒരു പ്രചരണ തന്ത്രം മെനഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷനിയറിങ്ങിന് പോകുന്നതിന് പകരം വാദവിവാദങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഗതി എന്താവും എന്ന് മുൻകൂട്ടി തന്നെ നിശ്ചയിക്കാൻ പറ്റും ഏതൊരു വോട്ടർക്ക് പോലും. UDF അതാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. അവർക്ക് പറയാൻ വേറെ എന്തുണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളും വിവാദങ്ങളും അല്ലാതെ?
അങ്ങനെയാണോ ഇലക്ഷനിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു പാർട്ടിക്ക്? അങ്ങനെയാണോ പോകാൻ പറ്റുന്നത്? അങ്ങനെ പോകാൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കേണ്ട ആ പാർട്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ റസാഖിന്റെ കാര്യം താങ്കൾ ചോദിച്ചു. ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ, മാതൃഭൂമി ചർച്ചയിൽ തന്നെ പറഞ്ഞു, റസാഖിന് പിന്നെ LDFന്റെ ബേസ് വോട്ട് ഉണ്ട് അവിടെ. അത് 35,000-നും 40,000-നും ഇടയ്ക്കുള്ള ബേസ് വോട്ടാണ് അവിടെ കൃത്യമായി LDFനുള്ളത്. നമുക്ക് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ, സ്റ്റാറ്റിക്സ് നോക്കിയാൽ മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് പിന്നെ ഈ റസാഖിന്റെ മുസ്ലിം സമുദായം എന്നുള്ള ന്യൂനപക്ഷ പിന്നെ സമുദായം എന്നുള്ള പരിഗണനയിൽ നിന്ന് വരാവുന്ന വോട്ടുകളുണ്ട്. ഒന്ന്. രണ്ടാമത് ഒരു ഹോട്ടലിയർ, ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടലിയർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉള്ള പൊതു സ്വീകാര്യതയുണ്ട്. അവിടുന്ന് ലഭിക്കാവുന്ന സമാഹരിക്കാവുന്ന വോട്ടുകളുണ്ട്. ഇതെല്ലാം ചേർത്തുള്ള ഒരു വോട്ട് സമാഹരണം നടത്താൻ റസാഖിനെ പോലെ കഴിയും എന്ന് LDF CPM തീരുമാനിച്ചുകൊണ്ടാണ് NMR റസാഖ് എന്ന വ്യക്തി LDF സ്ഥാനാർത്ഥി ആയത്. അതിലെന്താ? അതിൻ്റെ അകത്ത് തീരുമാനമെടുക്കേണ്ടത് അവരല്ലേ? അതിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന CPM BJP ഡീലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച, അതിന്റെ മുമ്പത്തെ ആഴ്ച, 2 ആഴ്ചകളായി ഇതാ കേൾക്കണേ, പിന്നെ ഒഡീഷ, ബീഹാർ, ഹരിയാന 3 സ്ഥലങ്ങളിലാണ് പിന്നെ കോൺഗ്രസ് MLA-മാർ NDAയോട് ചേർന്ന് വോട്ട് ചെയ്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ, ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെയും തോൽപ്പിച്ചത്. ഹരിയാനയിൽ ഒരു MP കടന്നുകൂടിയത്, MP ആയിട്ട് നിർദ്ദേശിക്കപ്പെട്ട കടന്നുകൂടിയത് കട്ടിച്ചോര് വോട്ടിനുമാണ്. ഒഡീഷയിൽ 5 പേര്, ബീഹാറിൽ 3 പേര്, ഹരിയാനയിൽ 5 പേര്. കൂറുമാറിയുടെ എണ്ണമാണ്. അപ്പം പിന്നെ കൂറുമാറിയത് അങ്ങോട്ടാണ്, BJPയുടെ സ്ഥാനാർത്ഥിയിലേക്കാണ് മാറിയത്. ഒന്ന് BJDയുടെയും. ഇത് NDAയുടെ ഘടകകക്ഷികളാണല്ലോ. ആ പണി കാണിച്ചത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. തീർച്ചയായും അങ്ങ് പറയുന്നത്, തീർച്ചയായും ശ്രീ M ജയചന്ദ്രൻ സമർത്ഥിക്കുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഡീൽ ഉറപ്പിക്കുന്ന, നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ പോലെ ദേശീയ തലത്തിൽ തന്നെ BJPയുമായി ഡീല് ഉറപ്പിക്കുന്ന ഒരു B ടീമായി പ്രവർത്തിക്കുന്ന ആരോപണമാണ് അദ്ദേഹം പറയുന്നത്. ബീഹാറിലെ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അത് സമർത്ഥിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് തിരികെ അടുത്ത ഊഴത്തിലേക്ക് എത്താം. കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ പോയി തോറ്റത്? 40 MLA-മാരുള്ള പാർട്ടിയാ കോൺഗ്രസ്. സിംഗിന് 35 വോട്ടേ കിട്ടിയുള്ളൂ. ബാക്കി എവിടെ? പിന്നെ വാനിഷ്ഡ് ആയി പോയി ജമ്മു കാശ്മീരില്. തീർച്ചയായും ദേശീയ തലത്തിൽ കോൺഗ്രസിന് പറ്റിയ പിഴവുകൾ അത് ഈ ചൂണ്ടിക്കാട്ടുകയാണ്. ബീഹാറിലടക്കം ശ്രീ M ജയചന്ദ്രൻ മടങ്ങിയത് ശ്രീ ഷാവ് പ്രസാദ് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എവിടെ നിന്നാണെന്ന് ആലോചിക്കണം. കാരണം NDAയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ BJP ഫീൽഡ് ചെയ്യിച്ച സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട ഘടകകക്ഷി ഒരു 11-ാം മണിക്കൂറിൽ വരുന്ന 2020 ഒരു പാർട്ടി, ആ പാർട്ടിക്ക് സീറ്റുകൾ നൽകുമ്പോൾ അവർക്ക് പ്രായോഗികമായ രീതിയിൽ കണക്കുകൂട്ടി രാഷ്ട്രീയം പയറ്റുന്ന ആളുകളെ ഫീൽഡ് ചെയ്യിക്കേണ്ടിയിരുന്നു. റാന്നി മണ്ഡലം എടുത്തു നോക്കൂ, ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ്. അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി, 2020 സ്ഥാനാർത്ഥി 2 നാൾ മുമ്പ് എന്താണ് പറഞ്ഞത്? ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ല. അദ്ദേഹം ഇങ്ങനെ വിയർക്കുകയാണ്. ആ രീതിയിലേക്ക് പോകുന്നു. പിന്നീട് തൃപ്പൂണിത്തുറയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ അങ്ങേക്ക്, തൃപ്പൂണിത്തുറ നഗരസഭ 2016-ലെ 30,000-ന്റെ അടുത്ത് തുറവൂർ മത്സരിക്കുന്ന സമയത്തുള്ള കിട്ടിയ വോട്ടുകൾ 2021-ലേക്ക് വരുമ്പോൾ അവിടെ 23,000 വോട്ട് BJP പിടിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു മണ്ഡലം കൊണ്ടു കൊടുക്കുകയാണ്. ഏറ്റുമാനൂരിലേക്ക് ഏറ്റുമാനൂരിൽ എന്താണ് ഫൈറ്റ് ചെയ്യേണ്ടതാണ്? ആർക്കെതിരെയാണ്? ഒരു ദേവസ്വം മന്ത്രിക്ക് എതിരെയാണ്. ചെങ്ങന്നൂരിലേക്ക് എത്തുമ്പോൾ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിക്കെതിരെയാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയമായി പറയാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലേ പ്രതിപക്ഷത്തിന്? അങ്ങനെ ഒരു ഡീൽ ആരോപണം അതോ വെറും കപടമായ ഒരു വാചകം മാത്രമാണോ? ഇതിലെ വാസ്തവം എന്തെന്നാണ് അങ്ങ് കാണുന്നത്? ശ്രീ ഷാവ് പ്രസാദ് അല്ല ചോദിക്കട്ടെ, ഞാൻ ഷാവ് പ്രസാദിനോടാണ്. ഷാവ് പ്രസാദ് 2020-ക്ക് നൽകിയ സീറ്റുകൾ BJP പറഞ്ഞ ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് അതൊക്കെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ഡീൽ എന്ന പേര് വിളിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? പ്രതീക്ഷ ഇപ്പൊ ഇവിടെ ജയചന്ദ്ര സാറ് പറഞ്ഞതുപോലെ തന്നെ പറയാൻ രാഷ്ട്രീയം ഒന്നുമില്ല. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്? വികസനം പറഞ്ഞ് സമീപിക്കാൻ പറ്റില്ല. എന്നാൽ വ്യക്തമായ ഒരു വികസന കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കാൻ അവരുടെ കയ്യിലൊന്നും ഒട്ടും ഇല്ല താനും. സത്യത്തില് കേരളത്തിലെ ഈ LDFന്റെ ഈ ഭീകര ഭരണത്തിനെതിരെ ഇഷ്ടം പോലെ പറയാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ അവർക്ക് കഴിയേണ്ടതാണ് ഒരു പ്രതിപക്ഷത്തിന് ഈ 10 വർഷത്തെ, പ്രത്യേകിച്ച് 10 വർഷത്തെ ഭരണത്തിന് ശേഷം. പക്ഷെ അതിനും ഇവർക്ക് കഴിയുന്നില്ല.
അതിന് പറ്റിയ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഒരു പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുന്നതിനും ഈ കോൺഗ്രസ് ഇവിടെ അമ്പയെ പരാജയപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ 2 ആഴ്ച മുമ്പ് ഈ വീണ ജോർജിനെതിരെയുള്ളൊരു സമരം കണ്ടതാണ്. അവരുടെ കയ്യിലുള്ള ആ ഒരു ആക്ഷൻ പുറത്തെടുത്ത് ഒരു നെക്ക് കോളർ ഇട്ടപ്പോഴേക്ക് കോൺഗ്രസ് വാലും ചുരുട്ടി അകത്ത് അവരുടെ ഒരു നെക്ക് കോളറിന്റെ അകത്ത് ഇവരുടെ സമരത്തിനെ പൂട്ടിച്ചു. അത്രയ്ക്ക് ഉള്ളൂ കോൺഗ്രസിന്റെ ശക്തി ഇപ്പൊ കേരളത്തില് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അപ്പം എന്ത് പറഞ്ഞ് സമീപിക്കണം? അവർക്കാകെപ്പാടെ പറയാനില്ല, ഒന്നും പറയാനില്ലാത്ത പരാജയം മുമ്പിൽ കാണുമ്പോൾ സ്ഥിരം എടുക്കുന്ന നമ്പറാണിത്. ഇത്രയും കാലം അത് എടുത്തോണ്ടിരുന്നത് CPM ആണ്. ഞാൻ വിനയത്തോടുകൂടി ഒന്ന് ഇടപെട്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് കോൺഗ്രസ്സുകാരുടെ ആരോപണം മാറ്റി നിർത്തുക. നമ്മൾ മാധ്യമപ്രവർത്തകർക്ക്, അങ്ങേക്കും മാധ്യമപ്രവർത്തനം പരിചയമുള്ള വ്യക്തിയാണ്, സംശയിച്ചു പോകില്ലേ ഇത്തരത്തിൽ നല്ല ബേസ് വോട്ടുകൾ, അടിസ്ഥാന വോട്ടുകൾ ഉള്ള ഇടങ്ങളിൽ BJPക്ക് മത്സരിക്കാൻ പറ്റുമായിരുന്ന സീറ്റുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ റാന്നി ആയാലും തൃപ്പൂണിത്തുറ, ഏറ്റുമാനൂരായാലും ചെങ്ങന്നൂർ, അത് BJPക്ക് ഉള്ളിലുള്ളായ ആശയക്കുഴപ്പം, ഈ പറയുന്ന 3 റാന്നിയിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടായിരുന്നു? അപ്പോട്ടെ 2020 ആണെങ്കിലും അവർ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നു, നിർത്തിയിട്ടില്ല. റാന്നി എന്താണ്? ഏറ്റവും ബേസ് വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്, ശബരിമല നിൽക്കുന്ന ഇടമാണ്. ശബരിമല സംബന്ധിച്ചുള്ള ചോദ്യത്തിനാണ് അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ കേട്ടത്. അതെല്ലാം സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം വരുത്തി വെച്ചതിന്റെ ഉത്തരവാദി ആരാണ്? ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയതിന്റെ ഉത്തരവാദി ആരാണ്? അപ്പോൾ അവിടെ ഒരു പിശക് പറ്റിയെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റി പറയാൻ കഴിയുമോ ശ്രീ ഷാവു പ്രസാദ്? പ്രജേഷ്, എനിക്ക് ജയചന്ദ്ര സാർ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അനാവശ്യമായി ഇടപെട്ട് വെറുതെ അലമ്പാക്കുക. ഒരു ആങ്കർ തന്നെ അയാൾ ലീഡ് ചെയ്യുന്ന ചർച്ച അലമ്പാക്കുക എന്ന് പറഞ്ഞാൽ മഹാ ബോറാണ് കേട്ടോ. അതെനിക്ക് പറയാനില്ല. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയല്ലേ, ഞാനത് തുടങ്ങിയതല്ലേ ഉള്ളൂ ഒരു കാര്യം. അപ്പോഴേക്കും ഇങ്ങനെ കിടന്ന് വെള്ളം വെച്ചാൽ ഇങ്ങനെ ശരിയെന്ന് മോശമാണിത് കേട്ടോ. പിന്നെ ഇനിയും ഈ 2020 കാര്യം നോക്കൂ. BJPയുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു പ്രമുഖ ഘടകകക്ഷിയാണ്, പുതിയ ഘടകകക്ഷിയാണ്. അവർക്ക് ഈ ആർക്കും വേണ്ടാത്ത BJPക്കോ അല്ലെങ്കിൽ NDAക്കോ ഒരു സാധ്യതയും ഇല്ലാത്ത അങ്ങനെ സീറ്റുകൾ മാത്രം കൊടുക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ മര്യാദയല്ല. അതല്ല വേണ്ടത്. ഇപ്പം ശരി, 2020 മലപ്പുറം ജില്ലയിലെ ഒരു 10 സീറ്റ് നിങ്ങൾ എടുത്തോ. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിൽ BJPക്ക് ഒരു സാധ്യത ഇല്ലാത്ത കുറെ സീറ്റുകൾ, അതല്ലല്ലോ എന്റെ മര്യാദ. സാധ്യതയുള്ള സീറ്റുകളും കൊടുക്കണം. ഈ രാഷ്ട്രീയ സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോംപ്രമൈസുകളും കൂടിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടതാണ്. അപ്പം കുറച്ച് നല്ല സീറ്റുകൾ ജയിക്കാൻ ജയസാധ്യതയുള്ള അങ്ങനെയുള്ള അല്ല, എതിർത്തില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ആപ്റ്റെന്ന് തോന്നിയ ചോദ്യം ചോദിക്കും. അങ്ങ് പറഞ്ഞല്ലോ ഘടകകക്ഷികളെ മാനിച്ചുകൊണ്ടാണ് ആ സീറ്റുകൾ നൽകുന്നത് എന്ന് സമ്മതിച്ചു. ആ ഘടകകക്ഷികൾ എന്താണ് ചെയ്യേണ്ടത്? ആ സീറ്റ് കളഞ്ഞു കുളിക്കാതെ, അല്ലെങ്കിൽ ഇത്രയും ബേസ് വോട്ട് ഉണ്ടാക്കി കൊടുത്ത BJP, ഇത്രയും അടിത്തറ അവിടെ ഉണ്ടാക്കി കൊടുത്ത BJP ആണ്. അപ്പോൾ അതിന് പരുവപ്പെട്ട ആ മണ്ഡലത്തിൽ വോട്ട് പോലും, അല്ലെങ്കിൽ വോട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടെന്ന് പോലും അറിയാനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ? അപ്പോൾ ഈ 2020 അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണ്ടേ? അവിടെ നിർത്തി കാണിക്കണ്ടേ? അവിടെ ഒരു ഘടകകക്ഷിക്ക് ഒരു സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആരെ നിർത്തണം ആരെ നിർത്തരുത് എന്ന് തീരുമാനിക്കുന്നത് പരിപൂർണമായിട്ടും അവരുടെ അവകാശവും അവരുടെ സ്വാതന്ത്ര്യവുമാണത്. അല്ലാതെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥി ഇന്നതായിരിക്കണം എന്ന് പറയാൻ മറ്റൊരു ഘടകകക്ഷിക്ക് അവകാശമില്ല. അതൊക്കെയാണ് മുന്നണി മര്യാദകൾ എന്ന് പറയുന്നത്. ഈ പറയുന്നതിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കുറച്ചുകൂടെ നല്ല സ്ഥാനാർത്ഥിയാകാമായിരുന്നു, രാഷ്ട്രീയ ബോധ്യമുള്ള അങ്ങനെയുള്ളതൊക്കെ ചെയ്യേണ്ടതാണ്, അത് ഫാക്ട്. പക്ഷേ നിങ്ങൾ ഇന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടുള്ളൂ, ഇന്നവരെ ആക്കിക്കോണം, അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു പ്രധാന സീറ്റ് നിങ്ങൾക്ക് തന്നതാണ്, അപ്പം ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കണം, ഇന്ന ആളത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പ്രതീക്ഷ, ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് അടിച്ചു വിടുന്ന മാതിരിയല്ല പൊതുമധ്യത്തിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. അല്ല, ഫലം എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഇത് കഴിയട്ടെ, ഇലക്ഷൻ കഴിയട്ടെ, നമുക്ക് നോക്കാം. പിന്നെ മറ്റൊന്ന്, ഈ ഡീലിന്റെ കാര്യം പറയുന്നത്, ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു പാർട്ടിയോടും അയിത്തമില്ല. BJP CPM-ഉമായിട്ട് സഖ്യ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, അതൊരു വാസ്തവം തന്നെയാണ്. രാജീവ് ഗാന്ധിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് BJPയും ഇടതുപക്ഷങ്ങളും ഒരുമിച്ച് തന്നെ നിന്നിട്ടുണ്ട്. അതേ ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസും, അതായത് വടകരയും ഇവിടെ ബേപ്പൂരും 1991 തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഓപ്പൺ സഖ്യം തന്നെയായിരുന്നു. അതൊരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം പരാജയപ്പെട്ടു എന്നുള്ളത് വേറെ കാര്യം.
BJPക്ക് ഇവിടെ ഒരു ഓരോ സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ സംസ്ഥാനത്തെയും ഓരോ പ്രദേശത്തെയും അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സംശയമില്ല, അത് ഓപ്പണായിട്ട് തന്നെ BJP സമ്മതിച്ചിട്ടുമുണ്ട്. ഇവർക്കത് പറയാൻ മടിയാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണത്. ഇപ്പൊ ദേശീയ തലത്തിൽ ഇവരെ ഒരുമിച്ചല്ലേ മച്ചാനും അല്ലേ ഇവിടെ അങ്ങോട്ട് ഇപ്പൊ പാലക്കാടാണല്ലോ ഇവിടുത്തെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. പാലക്കാട് നിന്ന് 10 വാളയാർ ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ്? അവരും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുമിച്ച് നിൽക്കാറില്ലേ? അതിവിടെ പുതിയ കാര്യമൊന്നുമല്ല. ഇത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇവിടെ CPM-ഉം BJP-യും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. നോക്കൂ മുസ്ലിങ്ങളെ, ഇതേ കണ്ടില്ലേ, ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ വോട്ടാണ് അവരുടെ പ്രശ്നം. അവരൊരുമിച്ചാ നിൽക്കുന്നത്. അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് കാര്യം പറയാനൊന്നും ഇല്ല. ഇവർക്ക് വികസനം പറയാനില്ല. ഇവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനില്ല. ഇവർക്ക് ഈ നാട്ടിൽ ഇപ്പോൾ ഈ കടുത്ത ഭീകര ദുർഭരണത്തിനെതിരെ അതൊരു വിഷയമാക്കി പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള കരുത്തില്ല. അങ്ങനെ ഒരു കൊള്ളാവുന്ന ഒരു പ്രതിപക്ഷം ഒന്നിനും കൊള്ളാത്ത കുറെ എണ്ണമാണിത്. അഡ്രസ് ചെയ്യാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണോ, അതല്ല ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഡീലിന്റെ വാസ്തവം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ ജെ അജിത് കുമാർ, തന്ത്രപരമായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്, ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയാണോ? നോക്കൂ, 2021 ഗുരുവായൂർ പത്രിക തള്ളുന്നതിന് പിന്നിൽ BJP CPM ഡീലെന്നാണ് KN ഖാദർ പുറത്തിറങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ ആരോപിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട വരികൾ. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, വോട്ട് സമാഹരണം, അത് പാലക്കാട് മണ്ഡലത്തിൽ വളരെ തന്ത്രപരമായി ആദ്യം ഉന്നയിക്കുന്നു, പിന്നീട് 10 ഇടങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ ഇതിലൊരു വളരെ ബുദ്ധിപരമായ ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ ശ്രീ അജിത് കുമാർ? അല്ല, ഇതിപ്പോൾ ഒരു പാലക്കാട് മാത്രം ഒതുങ്ങുന്നില്ലല്ലോ ശ്രീ പ്രതീഷ്. ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇവർക്ക് 2 പേർക്കും 2 വ്യത്യസ്ത ലക്ഷ്യങ്ങളുണ്ട്. അതിലേക്കുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന മാർഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ അതിനെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നില്ല. അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ് എന്ന് നമ്മൾ പറയില്ലേ. ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മുന്നണിക്കും ഇവിടെ ഒരു തുടർ ഭരണം ഇവിടെ ഉണ്ടാകണം, ഭരണം നിലനിർത്തണം. 10 കൊല്ലത്തിന് ശേഷവും ഇത് ഇത്രയും കേരളത്തെ പീഡിപ്പിച്ചത് പോരാ, അതിന് ഇനി ഒരു 5 കൊല്ലത്തേക്കുള്ള മാൻഡേറ്റ് തേടുകയാണ്. അത് അവിടെ നിൽക്കേ ഇവിടുത്തെ BJPക്ക് ഇപ്പോൾ നേരത്തെ അടച്ചു തുറന്നു എന്നൊക്കെ പോയ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ഈ കോലീബി സഖ്യം പറഞ്ഞ് തേഞ്ഞെന്ന് പറഞ്ഞ പോലെ പിന്നെ നിയമത്തെ അക്കൗണ്ട് തുറന്നു പൂട്ടി എന്നൊക്കെ പറയുന്നത് അതും പഴയ ദ്രവിച്ച ഒരു പറച്ചില്ല. ഈ ഒരു നിയമത്തെ മാത്രം ഒതുങ്ങുന്നില്ല. തീർച്ചയായിട്ടും നിയമം BJPക്ക് ഒരു പ്രസ്റ്റീജ് മണ്ഡലം തന്നെയാണ്. അവിടെ ഒരു സംസ്ഥാന പ്രസിഡന്റാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. താൻ പ്രസിഡന്റായി വന്നതിന് ശേഷം കേരളത്തിലെ എത്രയോ മുതിർന്ന നേതാക്കന്മാരുടെ ത്യാഗങ്ങളെയൊക്കെ അതിനെയൊക്കെ ഓവർലുക്ക് ചെയ്ത് അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഈ BJPക്ക് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന് അദ്ദേഹം എവിടുന്നോ വന്നു, ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹം ശക്തനായ സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ ഒരു നിയമമണ്ഡലം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. ഞാനിവിടെ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം കേരളത്തിലെ BJPക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട്. അത് ഒരു നിയമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. കേരള അസംബ്ലിയിൽ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകണം BJPക്ക് എന്നുള്ള ഒരു ലക്ഷ്യം നേടേണ്ട ഒരു ഉദ്ദേശം ഒരു ചോദ്യം കൂടി, നമുക്ക് സമയക്കുറവുള്ളതാണ്. അതായത് ഈ പാലക്കാടേക്ക് നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ ഏത് സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കുന്നത്? നടനായിട്ടുള്ള അദ്ദേഹത്തെ കുറച്ച് കാണുകയില്ല, പിഷാരടിയാണ് മത്സരിപ്പിക്കുന്നത്. കുറച്ചുകൂടി നല്ല യോഗ്യരായ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ആരോപണം കൂടി CPM ഉന്നയിച്ചാൽ അല്ല അങ്ങനെയാണെങ്കിൽ 10 കൊല്ലം മുമ്പ് കൊല്ലത്ത് ആദ്യമായിട്ടൊരു സ്ഥാനാർത്ഥിയെ CPM അവതരിപ്പിച്ചല്ലോ. അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നത്? ചലച്ചിത്രങ്ങളിൽ മുഖം കാണിച്ചു എന്നുള്ളതല്ലാതെ പിന്നീട് പല കേസുകളിലും മുൻപൊക്കെ കേസുകളിലുമൊക്കെ പെട്ടിട്ടുള്ളതല്ലാതെ അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം? അദ്ദേഹത്തിൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ശ്രീ മാധവൻ. അതല്ല അന്ന് മുകേഷിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് അത് തന്നെയല്ലേ പറഞ്ഞ് പുലിവാൽ പിടിച്ചത്. അപ്പോൾ അതൊക്കെ പറയുന്നതിലൊന്നും അടിസ്ഥാനമില്ലാത്ത ചില ആരോപണങ്ങളാണ്. കൊല്ലത്തെ മുകേഷിന് 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന എന്ത് യോഗ്യതയാണോ അതേ യോഗ്യത, അതിനേക്കാൾ യോഗ്യത പാലക്കാട്ട് ഇപ്പോൾ രമേശ് പിഷാരടിക്കുണ്ട്. അപ്പോൾ അതൊരു വളരെ മ്ലേച്ഛമായ ആരോപണമാണ്. അത് ഒരാളിനെ ഈ പറഞ്ഞതുപോലെ വെറുതെ കല്ല് കടിച്ച് പല്ല് കളയണ്ട. അത് പറഞ്ഞു വന്നാൽ അതല്ല. അപ്പോൾ BJPക്ക് ഇവിടെ സാന്നിധ്യം അറിയിക്കണം, ഇവിടെ പാർട്ടി ശക്തിപ്പെട്ടുണ്ടെന്നുള്ള സ്ഥാപിക്കണം. അത് BJPയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് ആവശ്യമാണ്. CPM-നും ഇടതുപക്ഷത്തിനും തുടർ ഭരണത്തിന് മോഹിക്കണം. അതിലെ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കണം. അതിനുവേണ്ടി എന്ത് കുൽസിത മാർഗവും സ്വീകരിക്കാമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൈകോർത്ത് നിൽക്കുകയാണ്. അതാണ് കോൺഗ്രസും UDF-ഉം ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഡീൽ എന്ന് പറയുന്നത് രഹസ്യ ധാരണയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ RSS ശക്തമായിട്ട് കളിക്കുന്നുണ്ട്.
RSSും CPM-ഉമായിട്ട് പാലമിട്ടത് ശ്രീ സതീശൻ നേരത്തെ ആ ക്ലിപ്പിങ്ങിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ഒരു വലിയ ഹോട്ടലിൽ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡീലുണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ശ്രീ എം എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തതെന്നാണ് അന്ന് കേട്ടിരുന്നത്. ഈ ശ്രീ എമ്മും RSSും തമ്മിൽ ഉള്ള ആ ഒരു ധാരണയുടെ പുറത്താണ് പിണറായി വിജയനും RSSും തമ്മിലുള്ള പാലമായിട്ട് അദ്ദേഹം വർത്തിക്കുന്നത്. അന്നേ നമ്മൾ ഇത് കേട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ തുടർച്ച തന്നെയാണ് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത്. അതിനെതിരെ ആക്രോശിച്ചിട്ട് കാര്യമില്ലല്ലോ ബ്രിജേഷ്. ശ്രീ M ജയചന്ദ്രൻ, ഈ അന്തർധാര, പരസ്യമായ രഹസ്യം, ഈ ഡീലൊക്കെ ഈ വോട്ടർമാർ പുച്ഛിച്ച് തള്ളും എന്ന വിശ്വാസമാണോ CPM-നുള്ളത്, LDF-നുള്ളത്? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് പാർട്ടിയുടെ നീക്കം? ചുരുക്കം വാക്കുകളിൽ. CPIM-ഉം LDF-ഉം ഇത്തരം കാര്യങ്ങളല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളൊക്കെയാണ്, മീഡിയയാണ്. മീഡിയയിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ, ചർച്ച വരുമ്പോൾ ചർച്ചയിൽ നിലപാട് വിശദീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചെയ്യണം. CPIM-ന് വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി നിരന്തരം വിശദീകരിക്കുന്നുണ്ട്, നമ്മുടെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. എന്താണ് അടിസ്ഥാനപരമായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കഴിഞ്ഞ 10 വർഷം കിഫ്ബിയിലൂടെ നേടിയെടുത്ത ഡെവലപ്മെന്റ് എന്തുമാത്രമുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് വെൽഫെയർ മെഷേഴ്സ് എത്രത്തോളം ഉണ്ട്, അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ 2 കാര്യങ്ങളും ബേസ് ചെയ്താണ് LDF-ന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് മാത്രം മതി LDF-ന് പറയാനായിട്ട്. അത് തന്നെ പറഞ്ഞ് തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരിമിതിയായിട്ട് അവർ തന്നെ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഡീൽ ആരോപണം വന്നാൽ ഡീലിന്റെ കാതലായിട്ട് നിൽക്കുന്ന ഒറ്റ പ്രശ്നമുള്ള പ്രതീക്ഷയെ, ഈ മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ LDF-ലേക്ക് CPIM-ലേക്ക് പോകുന്നത് എങ്ങനെ തടഞ്ഞു നിർത്താം, അത് മാത്രമാണ്. ഇപ്പൊ അവർക്ക് UDF-ന് കിട്ടാനുള്ള മേജർ ഷെയർ ഈ മൈനോറിറ്റീസ് നിന്ന് കിട്ടുമെന്ന് അവർക്ക് അറിയാം. അതിലവർക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അവർക്ക് വേണ്ടത് ഈ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് LDF-ലേക്ക് CPIM-ലേക്ക് ചോരാനിടയുള്ള വോട്ടുകൾ തടഞ്ഞു നിർത്തുക, ആ ചെക്ക് ഡാം ഉണ്ടാക്കുക. അതിനാണ് ഈ ഡീൽ ആരോപണം. അതൊന്നും ഡീൽ ആരോപണം അവർ ഒട്ടും സഹായിക്കില്ല എന്ന് മാത്രമല്ല, വല്ലാതെ തിരിഞ്ഞു കൊത്താൻ പോവുകയുമാണ്. അത് ഇലക്ഷൻ കഴിയുമ്പോൾ വോട്ടെണ്ണുമ്പോൾ അറിയുകയും ചെയ്യും. അതേപോലെ അതിൻ്റെ അകത്ത് പറയാനുള്ള മറുപടി എന്ന് പറയുന്നത്. തീർച്ചയായും ശ്രീ ഷാപ്രസാദ്, അവസാനമായി M ജയചന്ദ്രന്റെ ആ നിലയിലുള്ള മറുപടി തന്നെയാണോ താങ്കൾക്കും? ഇല്ല, ഇത് ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ സംഗതി തന്നെയാണ്. ഇവിടെ ശ്രീ അജിത് കുമാർ പറഞ്ഞല്ലോ, ഈ CPM-ഉം സർക്കാരും തമ്മിൽ ഡീലുണ്ടാക്കി, LDF തമ്മിൽ ഡീലുണ്ടാക്കി എന്നുള്ളത് ഒരു ചർച്ച നടന്നില്ലെന്നുള്ള സത്യമാണ്. അതായത് ഇവിടെ കേരളത്തിൽ നടക്കുന്ന ആ വലിയ രാഷ്ട്രീയ അക്രമങ്ങൾക്ക്, രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ അക്രമങ്ങളും നടക്കുമ്പോൾ ഇതിനൊരു അറുതി വേണ്ടേ എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട് ഒരു സമാധാന ചർച്ചയാണത്. അതിനെ നിങ്ങൾ പൊളിറ്റിക്കൽ ഡീലെന്നൊക്കെ വിളിക്കുന്നത് രസകരമായ ചോദ്യം. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണല്ലോ ആപ്തവാക്യം. അപ്പോൾ ഇവിടെ UDF ജയിക്കുന്നതിനോട് ഒട്ടും താല്പര്യമുണ്ടായിരിക്കില്ലല്ലോ. എന്നുള്ളതല്ല ഇവിടുത്തെ ബിജെപിയുടെ M ജയചന്ദ്രൻ എന്തോ ചോദിക്കുന്നു. ഈ ഒരു കാര്യം, ഈ ചർച്ചയുടെ കാര്യം അജിതേട്ടൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ചുരുക്കം വാക്കിൽ ഒന്ന് കേൾക്കോ? ശരിയാണ് കേട്ടോ. അജിതേട്ടാ, ഇത് അങ്ങനത്തെ ചർച്ച മാസ്കറ്റ് ഹോട്ടലിൽ നടന്നു. ഞാൻ ആ ഡേറ്റ് പറയുന്നില്ല. 2016 അവസാനം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രാത്രി 8 മണിക്കാണ് ആ ചർച്ച നടക്കുന്നത്. CPM-ന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരിയും പങ്കെടുത്തു. RSS-ന്റെ ഭാഗത്തു നിന്ന് വത്സൻ തില്ലങ്കേരിയുണ്ട്. പിന്നെ നമ്മുടെ ജന്മഭൂമിയുടെ അന്നത്തെ മാനേജിന്റെ കൃഷ്ണകുമാറോ അദ്ദേഹമുണ്ട്. കോഴിക്കോട്ടെ ഗോപാലൻകുട്ടി മാസ്റ്ററുണ്ട്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, പ്ലസ് ശ്രീയം. അവരുടെ മറ്റൊന്നുമല്ല ചർച്ച ചെയ്തത്. കണ്ണൂരിലെ കലുഷിതമായ സാഹചര്യങ്ങൾ തീർച്ചയായും അല്ല, ചർച്ച ചെയ്തത് ഈ ആരെങ്കിലും അത് നോന്ന് പറയൂ. അത് നടക്കേണ്ട കാര്യമല്ലേ അത്? അല്ലാതെ തിരുവനന്തപുരത്തെ ബാസ്കറ്റ് ഹോട്ടലിൽ ആണ് 1-ാം നമ്പർ കാറിലല്ല മുഖ്യമന്ത്രി വന്നപ്പെടുന്നത്. ശ്രീ പിണറായി വിജയൻ സ്വകാര്യ വാഹനത്തിൽ, മുഖ്യമന്ത്രി സ്വകാര്യ വാഹനത്തിൽ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഹോട്ടലിലാണ് പോയത്. കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടും അതിന്റെ അകത്തെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അതിന്റെ അകത്തെ കക്ഷികളെ ഒരുമിച്ചിരുത്തി നടത്തിയ ഒരു സമാധാന ചർച്ചയാണത്.
അത് നിങ്ങൾക്കത് സഹിക്കാൻ പറ്റിയെങ്കിൽ നടക്കുക എന്നുള്ളതല്ല, വേറെ മാർഗമൊന്നുമില്ല. ഇതിപ്പോ കോൺഗ്രസിന് ഇപ്പൊ കേരളത്തിന്റെ മുമ്പിൽ ഒന്നിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷമെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇതുപോലൊരു സർക്കാർ ഒന്നിനും കൊള്ളാത്ത ഇവരെ കൊണ്ടൊരു സമരം നടത്താൻ കൊള്ളില്ല, ഇവരെ കൊണ്ട് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല എന്ന്, ഒന്നിനും കൊള്ളില്ലാത്ത അവർക്കിപ്പം വോട്ടുകൾ മാത്രമേ ഇവർക്ക് മാർഗമുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ചീപ്പ് നമ്പറുകളാണ്. തീർച്ചയായും ചീപ്പ് നമ്പറാണോ ഈ ഡീൽ ആരോപണം? അതല്ല, അതിൽ ആധികാരികത നൽകുന്ന സംശയങ്ങൾ വോട്ടർമാർക്ക് മുന്നിൽ ഉണ്ടോ? പ്രതിപക്ഷം എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? 1 നിന്നും 10 ഇടങ്ങളിലേക്ക് ഡീൽ ആരോപണം, അത് കേരളത്തിൽ പ്രചാരണം അങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയത്താണ് ഓരോ ദിവസവും പ്രതിപക്ഷ നേതാവ് അടക്കം അത് ആവർത്തിച്ച് കൊണ്ടേയിരിക്കുന്നത്. മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും കോലീബി ഉയർത്തി ഉള്ള പ്രതിരോധം കൂടിയാണ്. അതിഥികൾക്ക് നന്ദി.